മേഴ്സി ഫോർ നൺ ഡയറക്റ്റഡ് ബൈ ചോങ്. ഇതൊരു കൊറിയൻ വെബ് സീരീസ് ആണ്. കൊറിയൻ വെബ് സീരീസ് ആണെന്നുള്ള മാത്രമല്ല ആക്ഷൻ ഡ്രാമ സീരീസ് ആണ്. അപ്പോൾ ഡ്രാമ ആയതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാം, ഈ ഒരു വെബ് സീരീസിൽ വന്നിട്ടുള്ള ആക്ഷൻ സീക്വൻസുകൾ എന്ന് പറഞ്ഞത് കിടിലൻ സാധനമാണ്. പ്രത്യേകിച്ച് ഒരു ബിൽഡിങ്ങിനുള്ളിൽ കൂടെ ഇങ്ങനെ കയറി പോയി കൊണ്ടുള്ളൊരു ഫൈറ്റ് ഉണ്ട്. ഒരു വില്ലൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റാണ്, മെയിൻ വില്ലൻ്റെ അടുത്ത് എത്താൻ. അപ്പോൾ അതിൻ്റെ മുന്നിൽ കുറേ ഈ വില്ലൻ്റെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരായിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട്, കുറേ ആൾക്കാർ വേഴ്സസ് ഇതിൻ്റെ നായകന്. റിവെഞ്ച് സ്റ്റോറിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഫൈറ്റിൽ ഒരു മെയിൻ ആക്ടറിൻ്റെ കുറച്ചൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അത് നിങ്ങൾ ഈ വെബ് സീരീസ് ഫുള്ള് കണ്ട് കഴിയണ സമയത്തും അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ താങ്ങിയേക്കും, അത്രയ്ക്ക് ടോപ്പ് ക്വാളിറ്റി സാധനം ഇരുന്നത്. പക്ഷേ ഒരു സീരീസിൻ്റെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ടിപ്പിക്കൽ സ്റ്റോറിയാണ്. അതായത് എപ്പോഴും കണ്ട റിവെഞ്ച് സ്റ്റോറി എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഓടി എത്തണ ഒരു സ്റ്റോറീസിൽ ഒന്നാണിത്, ഇതിൻ്റെ സ്റ്റോറി. അതൊന്ന് പിന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫ്ലാറ്റാണ്. ഫ്ലാറ്റ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എവിട്ടും പൊതുവില്ല, സ്ക്രിപ്റ്റ് ഇങ്ങനെ ചത്ത് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സീരീസിന് വരുന്ന കുഴപ്പം തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു ക്യാരക്ടറിനോടും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമുക്ക് തോന്നില്ല. ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തോന്നാതെ വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ആര് ചത്താലും ജീവിച്ചാലും നമുക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ സീരീസ് ഇരുന്ന് കാണുക. പിന്നെ ഇതിൽ മെയിൻ ആക്ടർ നാം ഗീസൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതിൻ്റെ ആക്ടർ കീട്ടിലനായിട്ട് ആ റോൾ ചെയ്തതുകൊണ്ട് നമുക്ക് കുറച്ചൊരു കണക്ഷൻ തോന്നും. ബട്ട് സ്റ്റിൽ ദാറ്റ്സ് നോട്ട് ഇനഫ്. അതാണ് ഈ ഒരു സീരീസിൻ്റെ കുഴപ്പം. അപ്പോൾ അങ്ങനെ ഫ്ലാറ്റായിട്ട് പോകുന്ന ടൈമിൽ, അതേപോലെ തന്നെ അതന്നെ ഈ ഫ്ലാറ്റായിട്ട് പോകുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു ആക്ഷൻ സീക്വൻസ് ഇല്ലാത്ത സമയങ്ങളിൽ, അതായത് 7 എപ്പിസോഡ് എന്ന് പറയുമ്പോൾ അതിന് മാത്രം ആക്ഷൻ സീക്വൻസ് ഇല്ല, ഉള്ളത് ഗംഭീരമാണ്, പക്ഷെ കൗണ്ട് കുറവാണ്. മനസ്സിലായില്ല? അപ്പോൾ ഇത് ഈ കൗണ്ട് കുറയുന്ന ടൈമിൽ എന്താ ഈ ഡയലോഗും സംസാരവും കൂടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് എനിക്ക് പേഴ്സണലി അത്യാവശ്യം ബോറിംഗ് ആയിട്ടാണ് ഓരോ എപ്പിസോഡും പോയത്. എക്സെപ്റ്റ് ദി ഫൈനൽ എപ്പിസോഡ്, അത് അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് പോയത്. പക്ഷേ അതിൻ്റെ മുന്നേ ഈ ക്യാരക്ടർ ബിൽഡിങ്ങും കാര്യങ്ങളും ഇതൊന്നും തീരെ എൻഗേജിങ് അല്ല. ഈ ആക്ഷൻ കൊണ്ട് വരുമ്പോഴാണ് സാധനം മാറുന്നത്. പക്ഷേ അത് ആ ആക്ഷൻ തന്നെ കുറച്ചും കൂടി വേണമായിരുന്നു. പൊതുവേ നമ്മൾ ഈ ആക്ഷൻ സീരീസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു എപ്പിസോഡിൽ 1-2 ഫൈറ്റൊക്കെ വരുന്നുണ്ട്. ഇതിലങ്ങനെ പറയാൻ മാത്രം ഒരു ഫൈറ്റിലേക്ക് എല്ലാ എപ്പിസോഡും കിടക്കണില്ല. അപ്പോൾ ഇതിങ്ങനെ ആദ്യമൊക്കെ കുറച്ച് എൻഗേജിങ് ചെയ്യുന്നത്, അവസാനത്തെ എപ്പിസോഡ് മാത്രമല്ല, ആദ്യമൊക്കെ ഇങ്ങനെ കുറച്ചൊന്ന് എൻഗേജിങ് ആവും, കുറച്ചൊന്ന് ബോറിംഗ് ആവും, കുറച്ചൊന്ന് എൻഗേജിങ് ആവും. പക്ഷേ ദാറ്റ്സ് ഫൈൻ. പക്ഷേ ചില സമയങ്ങളിൽ ചില എപ്പിസോഡ്സിൽ സംസാരം മാത്രമായിട്ട് ഇങ്ങനെ പോകുന്ന ടൈമിൽ എനിക്ക് പേഴ്സണലി അതൊന്നും ഇഷ്ടമല്ല. മനസ്സിലായില്ല? എന്തെങ്കിലുമൊക്കെ നമ്മളെ എൻഗേജ് ചെയ്ത് പിടിച്ചിരുത്താൻ വേണ്ടേ. അപ്പോൾ അത് ആ ഒരു കുഴപ്പം ഇത് വെബ് സീരീസിലുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആക്ഷൻ മൂവീസ് ഇഷ്ടമാണ്, ആക്ഷൻ വെബ് സീരീസസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൽ വന്നിട്ടൊരു 4-5 കിട്ടുന്ന സാധനങ്ങൾ, ആക്ഷൻ സീക്വൻസ് കിട്ടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന സാധനങ്ങൾ ഇതിലുണ്ട്. പക്ഷേ അതിൻ്റെ കൗണ്ട് കുറവാണ്. അങ്ങനത്തെ കുറച്ചും കൂടി ഒരു ഫൈറ്റ് സീക്വൻസുകൾ ഓരോ എപ്പിസോഡിലെങ്കിൽ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നിരുന്നു. അതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇങ്ങനെ കുറേ ഇങ്ങനെ സംസാരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്ഷൻ സീക്വൻസ് ചറ പറച്ചിട്ട് ഇങ്ങനെ വാരി വെതറുമ്പോൾ നമുക്ക് ഈ സ്ക്രിപ്റ്റിൻ്റെ പ്രശ്നം വരില്ല. ഞാൻ ഇതിന് മുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു ആക്ഷൻ മൂവിക്ക് സ്ക്രിപ്റ്റ് ഒരു ബേസിക് സ്ക്രിപ്റ്റ് മതി എന്നുള്ളത്. പക്ഷേ ആ ബേസിക് സ്ക്രിപ്റ്റിൽ ആക്ഷൻ സീക്വൻസ് കൂടുതലാണ്. പക്ഷേ ഇതിൽ വീട്ടിലും ഗംഭീര വേൾഡ് ക്ലാസ് ഫൈറ്റ് സീക്വൻസ് ഉണ്ടെങ്കിൽ പോലും, നല്ല വയലൻസ് വെച്ചിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് ഉണ്ടെങ്കിൽ പോലും ആകെ 3-4 എന്തോ ഉള്ളൂ. മനസ്സിലായില്ലേ? 7 എപ്പിസോഡിലാണ് ഈ 3-4 ഉള്ളത്. പക്ഷെ അത് പിന്നെ ഈ സീരീസ് കണ്ടു കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കുറേ ആക്ഷൻ സീക്വൻസ് ഇതിനുള്ളിലേക്ക് കൊണ്ടുവന്നിടാനുള്ള ഒരു സ്പേസും ഈ സീരീസിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു നോർമൽ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഇങ്ങനെ മുളച്ചിങ്ങനെ നിൽക്കുന്നത്. ടെക്നിക്കലി പടം കിട്ടുവാണെങ്കിൽ ആക്ഷൻ വൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗംഭീരമാണ്. പക്ഷേ ഇതാണ് പ്രശ്നം, അത്യാവശ്യം ബോറിംഗ് ആയിട്ടാണ് സാധനം പോകുന്നത്. പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ ഒരു BGM ഉണ്ട്, അത് നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് ചില സമയത്ത് തന്നെ കേൾക്കുന്ന ടൈമിലുണ്ടല്ലോ, അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇതാണ് പ്രശ്നം, ഒക്കെ ഓക്കെയാണ്. പക്ഷേ ഭയങ്കര സ്ട്രെച്ച് ആയിട്ടാണ് പല എപ്പിസോഡ്സും ഇതിൽ പോകുന്നത്. എല്ലാ എപ്പിസോഡ്സും ബോറിംഗ് ആണെന്നുള്ളതല്ല, ഇതിൽ തന്നെ 3-4 എപ്പിസോഡ്സായിട്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബോറിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതാണ് ഈ സീരീസിൻ്റെ കുഴപ്പം. പക്ഷേ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്ന ഞാൻ പറഞ്ഞുതരാം. ഒരു ഇമോഷണൽ കണക്ഷനൊക്കെ തോന്നണേ ഒരു ആക്ഷൻ മൂവീസ് അല്ലെങ്കിൽ ആക്ഷൻ സീരീസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഡിസപ്പോയിൻറ്റ് ചെയ്യും. ഇമോഷണലി ഒന്നും നിങ്ങൾക്ക് ഇതിൽ കിട്ടാൻ പോണില്ല. പക്ഷെ അതല്ല, കുറച്ചൊരു 3-4 ആക്ഷൻ സീക്വൻസ് ഗംഭീരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മതി, വേറെ ഒന്നും വേണ്ടെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സീരീസ് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഓക്കെ, എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് വെബ് സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്തെങ്കിലും ഒരു കണക്ഷൻ എനിക്ക് വേണം, എനിക്ക് തോന്നണം എന്തെങ്കിലും ഒരു കണക്ഷന്. നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടും, ഗംഭീരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ആ അടിക്കണ അടി ഒരു വില്ലന് വന്ന് നിൽക്കുന്ന ടൈമിൽ വില്ലൻക്ക് അടി കിട്ടണം എന്ന് നമുക്ക് തോന്നണം, നായകന് മരിക്കരുതെന്ന് നമുക്ക് തോന്നണം. അറ്റ്ലീസ്റ്റ് അതെങ്കിലും വേണം ഒരു ആക്ഷൻ മൂവിയിൽ. അപ്പോൾ അതെല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഗംഭീരമായിട്ട് വരുന്ന ആക്ഷൻ സീക്വൻസിൻ്റെ കൗണ്ട് കൂട്ടണം. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു ആവറേജ് സീരീസ് ആയിട്ട് മാത്രമേ തോന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വെബ് സീരീസ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ടാക്സ് സൈനിങ് ഔട്ട്.